മ്യൂസിക് ആണെന്ന് അറിഞ്ഞിട്ട് ഞെട്ടിയ ഒരു പാട്ടുണ്ട്. എന്റെ ഫേവറേറ്റ്. കുട്ടിക്കാലത്തൊക്കെ നമ്മളൊക്കെ പാടിക്കൊണ്ടിരുന്ന കണ്ണിലുണ്ണിയാണ്. കണ്ണിലുണ്ണിയാണേ കണ്ണനാണേ കൊച്ചു കൊമ്പനാണേ വമ്പനാണേ, ചേലുണ്ട് കലയുണ്ട് ചേറ്റുമുറം ചെവിയുണ്ട്. ഇപ്പൊ ഞങ്ങൾ അന്ന് റെഗുലർ ആയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട്. KSF ജോലി, ഞാൻ ജോലി എടുക്കുന്നു, KSRTCയിൽ ചേട്ടനും ജോലി എടുക്കുന്നു. എന്നാലും നിറച്ച് സിനിമയുണ്ട്. മിക്കവാറും മദ്രാസ്, കൊച്ചി, അല്ലെങ്കിൽ ഇവിടെയൊക്കെ തന്നെ കേരളം മുഴുവനൊക്കെ ഓടി കിടന്നൊക്കെ സിനിമയുണ്ട്. ഇതിനിടയിലാണെങ്കിലും എന്തെങ്കിലും ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു ആൽബംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അതൊരു ബിജു സുരമ്യ പ്രൊഡ്യൂസർ, പിന്നെ ഒരു ജയഘോഷ് എന്ന് പറഞ്ഞ ഡയറക്ടർ. മനോരമ ചാനൽ പുറത്തിറക്കുന്ന കുട്ടികളുടെ ഒരു സീരിയൽ ഉണ്ട്, കാട്ടിലെ കണ്ണൻ. ആനയാണ് എൻ്റെ കഥാപാത്രം. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രാഫിക്സ് ഇത് വളരെ കുറവാണ് അന്നത്തെ കാലത്ത്, തുടങ്ങി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് ചെയ്താൽ എല്ലായിടത്തും നമുക്ക് എത്തിക്കാം എന്നൊക്കെ പറഞ്ഞു. ലിറിക്സ് RK ദാമോദരൻ, ഞങ്ങളുടെ തൊട്ടടുത്ത് അയൽവാസിയാണ്. കണ്ണിലുണ്ണിയാണേ കണ്ണനാണേ കൊച്ചു കൊമ്പനാണേ വമ്പനാണേ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ട്യൂൺ വന്നു. വേറെ നമ്മുടെ ആലോചിക്കേണ്ടി വന്നില്ല, ഒരു ഇമേജ് അപ്പൊ തന്നെ വന്നു. പിന്നെ ഇത് ആര് പാടും എന്നുള്ളത് നോക്കിയപ്പോഴത്തേക്കും വേറെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, ഞാനും ചേട്ടനും പറഞ്ഞു, ഇത് വേറെ ആരെ കൊണ്ടും പഠിക്കണ്ട, സുബിൻ, ചേട്ടന്റെ മോൻ സുബിൻ, ഇളയ മോൻ സുബിൻ തന്നെ പാട്ടെ. അന്ന് ഇത് പറഞ്ഞ പോലെ കുട്ടിയാണ്, ഫീമെയിൽ വോയിസാണ്. ആള് തന്നെയല്ലേ നമ്മുടെ പ്രിയത്തിലെ ഒരു പാട്ടും പാടിയിരിക്കുന്നത്. പ്രിയത്തിലെ ഒരു പാട്ടും പാടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വലുതായപ്പോഴത്തേക്കും കാര്യസ്ഥന സിനിമയിലും മലയാളി പെണ്ണ് എന്നുള്ള പാട്ടും പാടിയിട്ടുണ്ട്.